ആരാണ് ഈ കേരള ഗവർണർ? കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവോ? ഇടതും വലതും പലതും ഇന്ത്യ സഖ്യത്തിന്റെ പേരിലും അല്ലാതെയും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുമ്പോൾ കേരളത്തിൽ ശരിക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രതിപക്ഷ നേതാക്കൾ അലക്കിത്തേച്ച് മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് സ്വന്തം പ്രവർത്തകരുടെ ഒഴുകുന്ന ചോരയുടെ തുള്ളിക്കണക്കുകൾ പറയുന്നു. അവരുടെ പ്രവർത്തകർക്ക് കിട്ടിയ തല്ലിന്റെ എണ്ണം വിവരിക്കുന്നു. അതോടെ തീർന്നു അവരുടെ പ്രതിപക്ഷ ധർമ്മം. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പോലും ഇടതുപക്ഷം തീർക്കുന്ന കോട്ട ഭേദിക്കാൻ ഭയമാണ്. അവരെ കളത്തിലിറങ്ങി നേരിടാനും വെല്ലുവിളി ഏറ്റെടുക്കാനും പേടിയാണ്. അവിടെയാണ് കേരള ഗവർണർ കേരളത്തിലെ ജനങ്ങൾക്ക് താരമായത്. കേരളം ഇന്ന് നെരിപ്പോടിലാണ്. അഴിമതിയും ധൂർത്തും നിറഞ്ഞാടുന്നു. ജനം നരകിക്കുന്നു. പെൻഷനില്ല, സഹായങ്ങളില്ല, ലക്ഷക്കണക്കിന് പരാതികൾ കുന്നുകൂടുന്നു. പ്രതിപക്ഷം ഇതിന് പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല. ഭരണപക്ഷത്തെ തളയ്ക്കാനാകുന്നില്ല. ജനവികാരം ഉണ്ടാക്കാനാകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചു മടുത്ത ജനം താലത്തിൽ ഭരണം വെച്ച് നീട്ടും എന്ന് കിനാവ് കണ്ടാണ് UDF നേതാക്കൾ എല്ലാം ഉറങ്ങുന്നത്. മറ്റൊരു കാര്യം, ഗവർണർ നടത്തുന്ന ഇടപെടൽ, ഗവർണർക്കെതിരായ കയ്യേറ്റം, വെല്ലുവിളി, വധശ്രമം, ഇതൊന്നും പ്രതിപക്ഷ നേതാവ് കാണാത്ത വിധം കണ്ണുകൾ ഇറുക്കിയടയ്ക്കുന്നു. കാരണം പ്രതിപക്ഷത്തിനറിയാം നിലവിലെ പ്രതിപക്ഷ നേതാവ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന്. കൂടുതൽ ഗവർണറെ പിന്തുണച്ചാൽ തങ്ങളുടെ അവസ്ഥ ദയനീയമാകുമെന്ന് UDFന് അറിയാം. മാത്രമല്ല, ജനം ഇപ്പോൾ പരസ്യമായി UDF നേതാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെന്താ പണി? പിള്ളേരെ വിട്ട് തല്ലുകൊള്ളിച്ച് സഹിച്ച് നടക്കുവാണോ? ഇന്ത്യ സഖ്യമുണ്ടാക്കി മുകളിൽ ഒന്നായും താഴെ പാവങ്ങൾ തല്ലും മേടിക്കുന്നു. ഗവർണർക്ക് നേരെ സഖാക്കന്മാർ ഗ്വാ വിളികൾ നടത്തുമ്പോൾ ഗവർണറെ പിന്തുണച്ച് ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധേയമാവുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കുകയല്ല, എല്ലാവരും നോക്കുകയാണ് പോലീസിന്റെ ജോലി. SFIക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP കോഴിക്കോട് INTUC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. അദ്ദേഹം സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ നിയമപരമായ ചില അവകാശങ്ങളുള്ള ആളാണ്. ആ നിയമം മാറ്റുന്നതുവരെ ഗവർണർക്ക് അവകാശങ്ങൾ ഉപയോഗിക്കാം. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യത്തിന് എതിരാണോ? ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചത് അവർ ക്രിമിനലുകളാണെന്ന് ഗവർണർക്ക് തോന്നിയത് കൊണ്ടാവാമെന്നും ശശി തരൂർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ പോലെ ചിന്തിക്കാൻ കേരളത്തിലെ സഖാക്കന്മാരായ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഗവർണർ വിഷയത്തിൽ പിണറായിയും ഷംസീറും റിയാസും പ്രതികരിച്ചതും കൂടി നോക്കാം. അതേസമയം പിണറായി വിജയൻ ഗവർണറെ വിമർശിച്ചത് ഇങ്ങനെയാണ്: കണ്ണൂരിനെ കുറിച്ച് ഗവർണർക്ക് ഒന്നും അറിയില്ല. രക്തസാക്ഷികളുടെ നാടാണ് കണ്ണൂർ. ആറന്മുള നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സ് നടക്കുന്നതിനിടെ ആയിരുന്നു ഗവർണർക്കെതിരായ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശം. മനോനില തെറ്റിയ മനുഷ്യനെ കയറൂരി വിടരുതെന്നും ഗവർണർ കേരളത്തെ അപമാനിക്കുകയാണ് എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. താൻ ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞു നിർത്തുന്നതെന്നും മുഖ്യമന്ത്രി ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ചെറിയ ഒതുക്കത്തിലൊരു പ്രസ്താവനയും നടത്തി. കേന്ദ്ര സർക്കാരാണ് ഗവർണറെ കേരളത്തിനെതിരായി പ്രവർത്തിക്കാനായി കയറൂരി വിടുന്നത്. ഇങ്ങനെ നിലത്തെത്തിയ മനുഷ്യനെ കയറൂരി വിടുന്നത് ശരിയല്ല എന്നത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താം എന്നാണ് ഗവർണർ കരുതുന്നത്. വിവരദോഷമാണതെന്ന് ഗവർണർ മനസ്സിലാക്കണം. ഗവർണർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ SFI പ്രവർത്തകർ ഓടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികൾ അടുത്തു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതേ പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഒതുങ്ങിപ്പോവുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷെ ആ വെല്ലുവിളിയിൽ ഒരു ഭീഷണി സ്വരം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷംസീറും കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ SFIയുടെ പ്രവർത്തികളെ ന്യായീകരിച്ച് തന്നെയാണ് സ്പീക്കർ AN ഷംസീർ രംഗത്ത് വന്നത്. മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പോലെ ജനാധിപത്യ രീതിയിലാണ് SFIയും സമരങ്ങൾ നടത്തുന്നത്. ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളും പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സ്പീക്കർ ന്യായീകരിച്ചു. ഗവർണർക്കെതിരായ സമരം ഇത്തരത്തിലുള്ളതാണ്. SFI എന്ന സംഘടന ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമല്ല എന്ന വസ്തുത ഗവർണർ മനസ്സിലാക്കണം. SFIയുടെ ചരിത്രം അറിഞ്ഞാൽ ഗവർണർ ഒരിക്കലും ക്രിമിനൽ സംഘം എന്ന് പറയില്ല. കൊച്ചുമക്കളെ പോലെ തന്നെ SFI പ്രവർത്തകരെ കണ്ടാൽ മതി എന്നായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ. എന്നാൽ റിയാസ് ഒരു പടി കൂടി കടന്നിട്ടായിരുന്നു ഗവർണർക്കെതിരെ പ്രതികരിച്ചത്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിൽ പ്രസംഗിക്കവേ പറഞ്ഞത്. അദ്ദേഹം എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരോടും കേരളത്തോടും ഇത്ര വിദ്വേഷം എന്നാണ് റിയാസിന്റെ ചോദ്യം. കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്ക് അറിയാമെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന്റെ ശരിക്കുള്ള ചരിത്രം പഠിച്ചിട്ടില്ല. എന്തായാലും SFIയുടെ ചരിത്രവും കണ്ണൂരിന്റെ ചരിത്രവും പിന്നെ ഒരു കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റിയും ഒക്കെ നേതാക്കന്മാർ ഇപ്പോൾ ഗവർണറെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയായാലും ശശി തരൂർ പറഞ്ഞത് തന്നെയാണ് ന്യായമായ കാര്യം. അതായത് ഗവർണർക്ക് ചില നിയമപരമായ ചില അവകാശ
അവകാശങ്ങളുണ്ട്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ നിയമങ്ങൾ മാറ്റട്ടെ എന്ന ശശി തരൂരിന്റെ പ്രസ്താവന. അത്ര പോലും ചിന്തിക്കാൻ ബോധമില്ലാത്തവരായി പോകുന്നു നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികൾ എന്ന് ഓർക്കുമ്പോഴാണ് കേരളം ലജ്ജിക്കേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.